ദില്ലി ചലോ പ്രതിഷേധത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്ന് കർഷകർ. താങ്ങുവില ഉറപ്പു നൽകുന്നതിനുള്ള നിയമനിർമ്മാണം അടക്കം നിരവധി വിഷയങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്ന കർഷകരെ ഹരിയാന അതിർത്തിയിൽ തടഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും. കണ്ണീർവാതക ഷെല്ലുകൾ നിരന്തരം പ്രയോഗിച്ചും റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ച് വെടിവെച്ചും കർഷകരെ പിന്തിരിപ്പിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. കണ്ണീർവാതക ഡ്രോണുകളെ കർഷകർ പട്ടങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധിച്ചത് ഇന്ന് കണ്ടു. അധികാരത്തിലെത്തിയാൽ മിനിമം വില ഉറപ്പു നൽകുന്ന നിയമം കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. അടിച്ചമർത്തുമോ? കർഷക പ്രക്ഷോഭത്തെ ഉരുക്കുമുഷ്ടിയാൽ നേരിടുമോ? സർക്കാർ ഉറപ്പുകൾ ലംഘിച്ചോ? ദില്ലിയിലേക്ക് കടത്തില്ലേ? ഈ ചർച്ചയിൽ ശ്രീ കെ എസ് ശബരിനാഥൻ കോൺഗ്രസ്, ശ്രീ യുവരാജ് ഗോകുൽ BJP, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPM എന്നിവർ. വളരെ ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ യുവരാജ് ഗോകുൽ, ഈ കർഷകർ ഡൽഹിയിലേക്ക് വരുന്നത് പാർലമെന്റ് ആക്രമിക്കാനോ ചെങ്കോട്ട പിടിച്ചെടുക്കാനോ ഒന്നുമല്ല. തങ്ങളുടെ ആവശ്യങ്ങൾ ഭരണാധികാരികൾക്ക് മുൻപിൽ വെക്കാൻ സമരം ചെയ്യാനാണ്. അവരെ ഇങ്ങനെ ശത്രു സൈന്യത്തെ നേരിടുന്നത് പോലെ നേരിടുന്നത് എന്തിനാണ്? ശത്രു സൈന്യത്തെ നേരിടുന്നത് പോലെയൊന്നുമല്ല അഭിലാഷയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ അവർ ഡൽഹിയിലേക്ക് വന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന കാര്യം എല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഡൽഹിയിൽ സമരം ചെയ്ത് ട്രാക്ടറുകളുമായി മാർച്ച് ചെയ്ത് വന്ന് മാത്രമല്ലല്ലോ ചർച്ച നടത്താൻ കഴിയുന്നത്. ചർച്ച നടത്താൻ വേണ്ടിയിട്ട് എത്രയോ മാന്യമായ വഴികളുണ്ട്. ആ രീതിയിലൊക്കെയും ചർച്ച നടത്താമല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് അവർ ചർച്ചയ്ക്ക് വരട്ടെ, ചർച്ച നടക്കും. ചർച്ച വളരെ ആരോഗ്യപരമായി തന്നെ ചർച്ച നടക്കട്ടെ. അവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗവൺമെൻറ്. അതിൻ്റെ പുറത്ത് ചർച്ചകൾ നടക്കും. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ആ ആവശ്യങ്ങളിൽ നമുക്ക് എന്തൊക്കെയാണോ നടത്തി കൊടുക്കാൻ കഴിയുന്നത്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണോ നടത്തി കൊടുക്കാൻ കഴിയുന്നത്, അത് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടായിട്ടുള്ള ഒരു സമരമല്ല. കഴിഞ്ഞ സമരത്തിനൊടുവിൽ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്ന വ്യഥയോടുകൂടിയാണ് ഒരു കൂട്ടം കർഷകർ വരുന്നത്. അവർ വാഹനങ്ങളിൽ മാത്രമല്ല, നടന്നു പോലും അതിർത്തി കടന്ന് മറ്റ് ബസ് അടക്കമുള്ള വാഹനങ്ങളിൽ ഡൽഹിയിലേക്ക് പോകാനുള്ള സാഹചര്യമില്ല. ബാരിക്കേഡുകൾക്ക് അടുത്തേക്ക് ചെല്ലാൻ പോലും അവർക്ക് കഴിയുന്നില്ല. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ ഡ്രോണുകളിൽ കണ്ണീർവാതക ഷെല്ലുകൾ വർഷിക്കുന്നത്? ഡ്രോണുകൾ ആളില്ലാ വിമാനങ്ങൾ പറത്തി ഈ ആളുകളുടെ, ഈ കർഷകരുടെ മേൽ ഗ്രനേഡുകളും ഈ പറഞ്ഞ കണ്ണീർവാതക ഷെല്ലുകളും വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും സമരങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ബുള്ളറ്റ് അല്ലല്ലോ ഫയർ ചെയ്യുന്നത്. കണ്ണീർവാതക ഷെല്ലുകൾ തന്നെയാണ് സമരങ്ങൾക്ക് നേരെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ സംസ്ഥാന സർക്കാരുകളായിരുന്നാലും ശരി തന്നെയാണ്, കാലങ്ങളായിട്ട് കേന്ദ്ര സർക്കാരുകളായിരുന്നാലും ശരി തന്നെയാണ്, മാറി മാറി വന്നവർ കണ്ണീർവാതക ഷെല്ലുകൾ തന്നെയാണ്. സമരത്തിൻ്റെതായ രീതിയുണ്ട്. ആ സമരത്തിൻ്റെതായ രീതിയിൽ തീർച്ചയായിട്ടും സർക്കാർക്കെതിരെ ഉപയോഗിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അല്ലാണ്ട് ഉരുക്കുമുട്ടി ഉപയോഗിച്ച് നമുക്ക് അടിച്ചമർത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അത് സമരത്തിനെ നേരിടുന്ന ജനാധിപത്യമായ രീതിയിൽ തന്നെയാണ് അതൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡ്രോണുകൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡ്രോണുകൾക്ക് വരുന്നതിന് മുമ്പ് ഡ്രോണുകൾ ഇല്ലാതിരുന്നത് കൊണ്ട് അത് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഡ്രോണുകൾ ഉള്ളത് കൊണ്ട് ചെയ്യുന്നു. ഈ കണ്ണീർവാതക ഷെല്ല് വരുന്നതിന് മുമ്പ് കണ്ണീർവാതക ഷെല്ലുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ലല്ലോ പോലീസ്. ഇപ്പോൾ അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അഭിലാഷ്, ഇവിടെ അതൊന്നുമല്ല വിഷയം. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കർഷകർക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാളിലും വളരെ ആനുകൂല്യങ്ങളാകട്ടെ, അവർക്ക് അർഹപ്പെട്ട രീതിയിലുള്ള അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്ക് അത്രയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് നിലവിൽ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചില കണക്കുകളിലേക്ക് മാത്രം വരാം. 2013-14 കാലഘട്ടങ്ങളിൽ 27,662 കോടി രൂപയാണ് ബഡ്ജറ്റ് അലോക്കേഷനിൽ കാർഷിക രംഗത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചതെന്നുണ്ടെങ്കിൽ 2023-24 1,25,000 കോടി രൂപയാണ്. 25,000 കോടി എവിടെ കിടക്കുന്നു, 1,25,000 കോടി എവിടെ കിടക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് വെറുതെ ഒന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് കൊടുക്കുന്ന പരിഗണന അതാണ്. മാത്രമാണോ? PM കിസാൻ യോജന വഴി 11 കോടി കർഷകർക്കാണ്, 11.8 എന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും എൻ്റെ കയ്യിലുള്ള ഡേറ്റ അനുസരിച്ചിട്ട് 11 കോടി കർഷകർക്കാണ് 3 മാസം കൂടുമ്പോൾ 2,000 രൂപ വെച്ചിട്ട് വർഷം 6,000 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തന്നെ ഏതാണ്ട് 2.81 ലക്ഷം കോടി രൂപ ഇതിനോടകം കർഷകർക്ക് കൊടുത്തു കഴിഞ്ഞു. അത് മാത്രമല്ല, ഫസൽ ഭീമാ യോജന വഴി 1,46,664 കോടി രൂപയാണ് കാർഷിക രംഗത്ത് വിളനഷ്ടം എന്നതിന് വേണ്ടി മാത്രം കർഷകർക്ക് കൊടുത്തത്. അതിൽ തന്നെ 49.44 കോടി കർഷക ആപ്ലിക്കേഷൻസ് വരികയും 14.6 കോടി കർഷകർക്കാണ് ഈ പറയുന്ന ആപ്ലിക്കേഷൻസിനാണ് ഈ തുക കൊടുത്തിരിക്കുന്നത്. MSP എന്ന് പറയുന്നത് ഖാരിഫ്, റാബി, അതർ കൊമേഴ്ഷ്യൽ 1.5 ടൈം ആക്കി ഉയർത്തുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവരെന്തിനാണ് സമരം ചെയ്ത് നോക്കി? അവർ കുറെ ഡിമാൻഡുകൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. മാസം 10,000 രൂപ പെൻഷൻ പോലെയുള്ള
ഡിമാൻഡുകൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. നമുക്ക് നോക്കാന്നേ അവര് നോക്കട്ടെ. അതിന്റെ ഫിഗേഴ്സ് ഒക്കെ നമുക്കിപ്പോ ഈ അബ്സല്യൂട്ട് നമ്പേഴ്സിന്റെ മാത്രം അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ പറ്റില്ല. കാരണം 2014 GDP-യുടെ സൈസ് അല്ല ഇപ്പോഴത്തേത്. അപ്പോൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് GDP-യുടെ എത്ര % കാർഷിക മേഖലയ്ക്ക് എന്ന് പറഞ്ഞാലേ ആ കണക്കുകൾ ശരിയായിട്ടുള്ളൂ. ഇപ്പൊ ഇതൊക്കെ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യേണ്ട ഇടങ്ങളാണ്. സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് UPA സർക്കാരിന്റെ കാലത്താണ് വലിയ കാർഷിക കടാശ്വാസ പദ്ധതി വന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ട്രംപ് കാർഡായി വന്നതാണ് ഈ കിസാൻ സമ്മാൻ നിധി. മാസം 6000 രൂപ കർഷകർക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ ഗെയിം ചേഞ്ചർ ആയിരുന്നു അത്. അതൊക്കെ ഭരണകൂടങ്ങൾ ചെയ്യാറുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ കർഷകർ മുന്നോട്ട് വെച്ചിരിക്കുന്ന അവരെ സംബന്ധിക്കുന്ന മൗലികമായ മർമ്മപ്രധാനമായ ചില വിഷയങ്ങളോട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷേ KS ശബരിനാഥന് ഈ കർഷക സമരം ആദ്യത്തെ കർഷക സമരം പോലെ വലിയ വിജയമാകുമെന്ന് കരുതുന്നുണ്ടോ? ആദ്യത്തെ കർഷക സമരം നയിച്ച ഈ സംയുക്ത കിസാൻ സമിതി അല്ല, അല്ലെങ്കിൽ അവരുടെ പൂർണ്ണ രൂപമല്ല ഇപ്പോൾ, അതിൽ നിന്നുള്ള ഒരു ബ്രേക്ക് അവേ ഫാക്ഷൻ, അതുപോലെ തന്നെ മറ്റൊരു സംഘടന ഈ സ്വരൺ സിംഗ് പാന്ത്രന്റെ KMM, ഈ 2 സംഘടനകളാണ് ഇപ്പോൾ സമരം നടത്തുന്നത് എന്ന ഒന്നാമത്തെ കാര്യം. 2, ഈ സർക്കാരിന്റെ കാലാവധി ഏതാണ്ട് അവസാനിച്ചു. നമ്മളൊരു ദേശീയ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ബജറ്റും അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ യഥാർത്ഥത്തിൽ പുതിയ സർക്കാർ, അതേത് സർക്കാരാണോ ആ സർക്കാരാണ് ഒരു നയരൂപീകരണം സമ്പൂർണ്ണമായി ഇക്കാര്യത്തിൽ നടത്തേണ്ടത്. ഇത് സമരത്തിന് അനുയോജ്യമായ ഒരു സമയമാണോ? തീർച്ചയായിട്ടും ഇത് വളരെ ഐതിഹാസികമായിട്ടുള്ളൊരു സമരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 150ഓളം കർഷക സംഘടനകൾ ചേരുന്ന സംയുക്ത കിസാൻ മോർച്ചയും 250 കർഷക സംഘടനകൾ ചേരുന്ന കിസാൻ മസ്ദൂർ മോർച്ചയും ചേർന്നാണ് ഈ ഒരു സമരം നടക്കുന്നത്. കഴിഞ്ഞ സമരം നടത്തിയ ആളുകളുടെ ഒരു സ്പ്ലിൻഡർ ഗ്രൂപ്പാണ് ഇപ്പോൾ ഈ സമരത്തിന് മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് ആദ്യം പറയാനുള്ളത്, കഴിഞ്ഞ 10 വർഷമായി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും ദാരിദ്ര്യവും അനുഭവിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകരാണ്. കണക്കുകൾ പ്രകാരം ഏകദേശം 86% കർഷകരും സ്മോൾ അല്ലെങ്കിൽ മാർജിനൽ ഫാമേഴ്സാണ്. കഴിഞ്ഞ 10 വർഷമായി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള റിയൽ ഇൻകമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം നോക്കുകയാണെങ്കിൽ, അത് നമ്മൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 1% പോലും വർധനവ് ഇവർക്ക് ജീവിത നിലവാരത്തിൽ വരുമാനത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. നരേന്ദ്രമോദി ഭരിച്ചിട്ടുള്ള 10 വർഷം കണക്കുകൾ പ്രകാരം, അത് സർക്കാർ തന്നെ പറഞ്ഞ കണക്കുകൾ പ്രകാരം, ഒരു ദിവസം ഏകദേശം 30 കർഷകർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുകയാണ്. ഏകദേശം 1,10,000 കർഷകർ നരേന്ദ്രമോദിയുടെ ഈ 10 വർഷം ആത്മഹത്യ ചെയ്തെന്നുള്ള കണക്കുകളാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കർഷകർ അനുഭവിക്കുന്ന ഒരു സമയത്ത് അവർ ഇന്ത്യ വലിയ വളർച്ചയിലാണെന്ന് BJP അവകാശപ്പെടുമ്പോൾ, അമൃത് കാലെന്നും വിശ്വപുരുഷെന്നും പറയുമ്പോൾ ഇന്ത്യ വളരുന്നുണ്ട്. പക്ഷെ സാമ്പത്തിക വളർച്ചയുടെ ഗുണം ഞാൻ പണ്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ പണക്കാർക്കും വലിയ കാശുള്ള ആളുകളാണ് കിട്ടുന്നത്. പാവപ്പെട്ട ആളുകൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കർഷക സമരങ്ങളുടെ സമയത്ത് സർക്കാർ പറഞ്ഞ ചില ഡിമാൻഡുകൾ, അന്ന് പറഞ്ഞ ഡിമാൻഡുകൾ, അവർ പറഞ്ഞ ചില കാര്യങ്ങൾ, അത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു സമരവുമായി കർഷക സംഘടനകൾ വരുന്നത്. അവർ ഒരു 10-15 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പറയുന്നുണ്ട്. നേരത്തെ BJP-യുടെ സ്പോക്സ്മാൻ പറഞ്ഞതുപോലത്തെ അവകാശങ്ങളുടെ പ്രധാനപ്പെട്ട അവകാശങ്ങളല്ല. അവരുടെ പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസുമായി MSP-യുമായി ബന്ധപ്പെട്ടതും അതോടൊപ്പം അവർ പറഞ്ഞ സ്വാമിനാഥൻ കമ്മീഷൻ നടപ്പിലാക്കുക അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായി പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞൊരു 3 വർഷം മുമ്പ് നമ്മളെല്ലാം കണ്ട ഒരു സമരമാണ്. 200 ആളുകൾ മരണപ്പെട്ടു. BJP-യുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിൻ്റെ മകൻ ഓടിച്ച വണ്ടി കർഷകർ മുകളിലൂടെ കയറി ഏകദേശം 8 ആളുകളാണ് മരണപ്പെട്ടത്. അപ്പോൾ ഒരു തരത്തിലുള്ള ഈ രാഷ്ട്രീയ പിൻബലവുമില്ലാതെ, കോൺഗ്രസോ മറ്റു പാർട്ടികളോ പിൻബലമില്ലാതെ ഈ കർഷകർ സമരം ചെയ്യുമ്പോൾ അവരെ എന്തിനാണ് ഡ്രോൺ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത്? എന്തിനാണ് മുള്ളാണ്? ആലോചിച്ച് നോക്കണം. നടന്നു പോകുന്ന കർഷകരുടെ കാറിലേക്ക് കുത്തിക്കയറ്റുവാൻ വേണ്ടി റോഡിൽ എല്ലായിടത്തും അവർ ആണികൾ തറച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു ഇന്റർനാഷണൽ മെക്സിക്കോയും അമേരിക്കയും തമ്മിലുള്ള ബോർഡർ പോലെ, അല്ലെങ്കിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ബോർഡർ പോലെ, അല്ലെങ്കിൽ ഈ പാലസ്തീൻ ഗാസ വിഷയം നമ്മൾ ഇസ്രായേൽ വിഷയത്തിൽ കാണുന്നത് പോലെ തന്നെ യുദ്ധസമാനമായിട്ട് ഡൽഹിയുടെ എല്ലാ ചുവരുകളും അടച്ചിടേണ്ട ആവശ്യം എന്താണുള്ളത്? ഇവർ പറയുന്നത് പോലെ സർക്കാർ സംസാരിക്കുകയാണെങ്കിൽ, ചർച്ച ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ ഈ വിഷയങ്ങളിൽ കേരളത്തിലെ, ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കി അവരെല്ലാം നിരത്തിലിറങ്ങുമ്പോൾ, ആ നിരത്തിലിറങ്ങുന്നതിനോടൊപ്പം തന്നെയാണ് കോൺഗ്രസും മറ്റു പാർട്ടികളും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മൻമോഹൻ സിംഗിന്റെ സമയത്ത് ഞാൻ കണക്കുകൾ ഏകദേശം 10 വർഷം കൊണ്ട് 75,000 കോടി രൂപയുടെ ലോൺ വേവർ, ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് കർഷക ലോണിന്റെ വേവർ. 75,000 കോടിയുടെ ലോൺ വേവർ ഏകദേശം 4.5 കോടി ഏറ്റവും അതിദരിദ്ര കർഷകർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ BJP-ക്കാർ പറയും ആർക്കും ലോൺ വേവർ കൊടുക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മോദി സർക്കാർ ഭരിച്ചപ്പോൾ ഏകദേശം 8 ലക്ഷം കോടി രൂപയുടെ ലോൺ വേവറാണ് വൻകിട കോർപ്പറേറ്റുകൾ കൊടുത്തിട്ടുള്ളത്.
8 ലക്ഷം കോടി രൂപയുടെ വേവർ വൻകിട കോർപ്പറേറ്റുകൾ കൊടുത്തു. അല്ലാതെ 3-3.5 ലക്ഷം കോടി രൂപയുടെ മറ്റ് വലിയ ഗുണഗണങ്ങൾ കോർപ്പറേറ്റുകൾക്ക് ചെയ്തു. അപ്പോൾ കോർപ്പറേറ്റുകളെ നിങ്ങൾ സഹായിക്കാൻ എല്ലാ തരത്തിലുള്ള ഫണ്ട് ഇറക്കുമ്പോൾ എന്തുകൊണ്ട് പാവപ്പെട്ട കർഷകരുടെ കാര്യത്തിൽ അവർക്ക് നിജമായി അവർ അവകാശപ്പെടുന്ന ഒരു ആവശ്യത്തിന് വേണ്ടി നിൽക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. വരും ദിവസങ്ങളിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇന്ത്യയിലെ സമൂഹം, എനിക്ക് സന്തോഷമുള്ള കാര്യം, സാധാരണ ഇതെടുക്കാത്ത ഇംഗ്ലീഷ് ചാനലുകൾ ഒരു വിഷയം ചർച്ച ചെയ്യുകയാണ്. അവർ സർക്കാരിൻ്റെ പല പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നെങ്കിലും ഈ വിഷയം പൊതുമ രംഗത്തേക്ക് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത്. ഈ അമൃത് കാൽ പണ്ട് 2004 BJP പറഞ്ഞൊരു ഇന്ത്യ ഷൈനിങ് പോലെ പാവപ്പെട്ടവർക്ക് ദാരിദ്ര്യം മാത്രം ഉണ്ടാകുന്ന ഒരു 10 വർഷമാണ് ഉണ്ടായിട്ടുള്ളത്. ശരി, ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. പക്ഷെ KT കുഞ്ഞിക്കണ്ണൻ, എന്തിന് ഈ കർഷകർ സമരം ചെയ്യുന്നു എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് സമരം ചെയ്യുന്ന ആളുകളെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതും ചർച്ച ചെയ്യേണ്ടതാണല്ലോ. ഇവിടെ ഇപ്പോൾ ശ്രീ ശബരിനാഥ് പറഞ്ഞതുമാതിരി മുള്ളുവേലികൾ വലിച്ചു കെട്ടി ഒരു തരത്തിലും അതിർത്തി കടക്കരുത് ഈ കർഷകർ എന്ന് ഉറപ്പാക്കുകയാണ്. നമുക്കറിയാം, ഭരണഘടന അനുസരിച്ച് എല്ലാ പൗരന്മാർക്കും, എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള മൗലികാവകാശമുണ്ട്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലികാവകാശമാണ് സഞ്ചാര സ്വാതന്ത്ര്യം. പക്ഷേ ഈ അവകാശം ചോദിക്കുന്ന കർഷകർ ഡൽഹിയുടെ അതിർത്തിക്കകത്ത് കാലുകുത്തരുത് എന്നുള്ള നിലയിൽ മുള്ളുവേലി കെട്ടി, അതിർത്തി കെട്ടി, ഡ്രോൺ വഴി കണ്ണീർ വാതകം വർഷിച്ച് അവരെ ഈ തരത്തിൽ നേരിടുന്നതിനെ എങ്ങനെ കാണണം? കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കർഷകരെ അവർ ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശത്രു രാജ്യത്തെ ഒരു സേനയെ നേരിടുന്ന പോലെയാണ് ഡൽഹിക്ക് ചുറ്റും ഹരിയാന, പഞ്ചാബ് അതിർത്തികളിൽ ഇന്ത്യൻ സേനയെ വിന്യസിച്ചിരിക്കുന്നത്. അവിടെ ബാരിക്കേഡുകൾക്ക് പകരം വലിയ മതിലുകൾ ഇഷ്ടിക ഉപയോഗിച്ച് കെട്ടിയിരിക്കുകയാണ്, മുൾവേലികൾ കെട്ടിയിരിക്കുകയാണ്. അവരങ്ങ് കടന്നു ചെല്ലുന്നതിന് മുമ്പ് തന്നെ എന്താണ്, അവിടെ ഇൻ്റർനെറ്റ് റദ്ദ് ചെയ്യുന്നു, കർഷകർക്ക് മെസ്സേജ് അയക്കാനുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നു. ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്, ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് ഇന്ത്യൻ ഭരണകൂടം ഈ രാജ്യത്തിന് അന്നം തരുന്ന, ഈ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് പട്ടാളക്കാരല്ല, പട്ടാളക്കാർക്ക് പോലും ഭക്ഷണം കൊടുക്കുന്ന കൃഷിക്കാരാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ യഥാർത്ഥ ജീവനായി വർത്തിക്കുന്ന ഒരു കർഷക ജനസാമാന്യം വളരെ ന്യായമായ ആവശ്യങ്ങൾ ശ്രീമാൻ മോഡി തന്നെ കഴിഞ്ഞ കർഷക സമരം അവസാനിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ വളരെ ഖേദത്തോടെ, പശ്ചാത്താപബോധത്തോടു കൂടി, വിശുദ്ധിയുള്ള ഹൃദയത്തോടു കൂടി ഞാൻ പറയുന്നു, ഈ കൃഷിക്കാർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ, MSM ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സർക്കാർ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് പറഞ്ഞതാണ്. സർക്കാർ കൃഷിക്കാർക്ക് താങ്ങുവില കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. ഇപ്പം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുമ്പോൾ കർഷകർക്ക് തങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, കഴിഞ്ഞ സമരകാലത്ത് ഞങ്ങൾക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ, പ്രധാനമന്ത്രി നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല. അത് പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കർഷകർ ഒരു ജീവൻ മരണ പ്രശ്നമായിട്ടാണ് ഈ സമരത്തെ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 13 മാസക്കാലം നീണ്ടുന്ന സമരം തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ രീതിയിലുള്ള പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട്, ഭരണകൂട സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള മർദ്ദക നടപടികൾ, അടിച്ചമർത്ത നടപടികൾ ആരംഭിച്ചതെങ്കിൽ ഇപ്പോഴെന്താണ്, സമരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, കർഷകർ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് തന്നെ എന്താണ്, വേലി കെട്ടുന്നു, മതിലുകൾ കിട്ടുന്നു, കൃഷിക്കാർക്കെതിരായിട്ട് സമരസന്നദ്ധരായി വരുന്ന ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് ടിയർ ഗ്യാസുകൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു ഭീകരത, ഒരു സ്റ്റേറ്റ് ടെററിസം സൃഷ്ടിക്കുകയാണ്. ആർക്കെതിരായിട്ടാണ്? ഇന്ത്യയുടെ ജീവനാഡിയായിരിക്കുന്ന കൃഷിക്കാർക്കെതിരായിട്ടാണ്. ഈ കർഷകർ എന്ത് ദ്രോഹമാണ് ചെയ്തത്? 2003 വാജ്പേയി ആണല്ലോ ഈ രാജ്യം ഭരിച്ചത്. കോൺഗ്രസ് തുടങ്ങി വെച്ച ആഗോളവൽക്കരണ നയങ്ങളുടെ തുടർച്ചയായിട്ട് ഇന്ത്യൻ കാർഷിക മേഖലയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഈ ഗ്ലോബലൈസേഷൻ്റെ ആഘാതം ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഇന്ത്യൻ കൃഷിക്കാരിലാണ്. ഘാട്ട് കരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു സന്ദർഭത്തിലാണ് കടക്കണിയിൽപ്പെട്ട കർഷകരെ സ്റ്റേറ്റുകൾക്ക്, സംസ്ഥാന സർക്കാരുകൾക്ക് ജപ്തിക്ക് അനുമതി കൊടുക്കാൻ പറ്റില്ല. കാരണം ജനങ്ങളുടെ പിന്തുണ പോകും, കൃഷിക്കാരുടെ എതിർപ്പ് വരും. അതുകൊണ്ട് കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൃഷിക്കാരെ ജപ്തി നടപടികളിലൂടെ അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ, അവരുടെ സ്വത്ത് പിടിച്ചെടുക്കാൻ അധികാരം നൽകുന്ന സർഫാസി ആക്ട് ഉണ്ടായി. ആ സർഫാസി ആക്ട് ഇപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഈ രാജ്യത്താകെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പല ജില്ലകളിലും താലൂക്കുകളിലും കൂട്ടമായി സർഫാസി ആക്ട് ഉപയോഗിച്ചുകൊണ്ട് കമേഴ്ഷ്യൽ ബാങ്കുകൾ ജപ്തി നടത്തുകയാണ്. താങ്ങുവില മാത്രമല്ല, കൃഷിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം. സർഫാസി പോലുള്ള ഇത്തരം ആക്ടുകൾ പിൻവലിക്കണമെന്നാണ്. ആ കാര്യത്തിൽ നിലപാട് പറയാതെ ഞങ്ങൾ പിന്തിരിയില്ലെന്നാണ്
കിസാൻ മസ്ദൂർ സംഘടന വളരെ 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 കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കൃഷിക്കാരാണ് ഈ ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അത് മോഡി ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തമാണ് കർഷകർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ. അത് തീർച്ചയായിട്ടും UPA സർക്കാരിന്റെ കാലത്തുണ്ടായ നയങ്ങളും കൂടി അതിന് കാരണമാണ്. നാട്ടുകരാർ, ആസിയാൻ കരാറൊക്കെ അതിന് കാരണമാണ്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഈ സമരത്തിന്റെ പ്രാധാന്യത്തെ നമ്മൾ കാണേണ്ടത്. ഈ സമരം നിയോ ലിബറൽ കാർഷിക നയങ്ങൾക്കെതിരായിട്ടുള്ള വലിയൊരു പ്രതിരോധമാണ്. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ കേരളത്തിൽ വന്ന നരേന്ദ്രമോദി മലയാളത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ ക്യാച്ച് വേർഡും മോദിയുടെ ഗ്യാരണ്ടി ആണല്ലോ. ഇവിടെ ഇപ്പോ കർഷകർ ഏറ്റവും ആദ്യം ഉന്നയിക്കുന്ന വിഷയം എന്താണ്? താങ്ങുവില സംബന്ധിച്ച ഒരു ഗ്യാരണ്ടി ഞങ്ങൾക്ക് വേണം, അതായത് അതിനൊരു ലീഗൽ ഫ്രെയിംവർക്ക് വേണം. താങ്ങുവില കർഷകന് ഉറപ്പാക്കുന്ന വിധത്തിലുള്ള നിയമമുണ്ടാകണം. സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത ഫോർമുല അവിടെ ആപ്ലിക്കബിൾ ആകണം. ഇന്ത്യയിലെ ഈ രാജ്യത്തിന്റെ അന്നം മുട്ടുന്ന കർഷകർ അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചാൽ അത് അഭിസംബോധന ചെയ്യാൻ എന്താണ് സർക്കാരിന് പ്രയാസം? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല അഭിലാഷേ. ഇതിനകത്ത് നിലവിൽ തന്നെ 1.5 മടങ്ങ് താങ്ങുവില നൽകുന്നുണ്ട്. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ 50% എങ്കിലും പ്രോഫിറ്റ് വരുന്ന തലത്തിലാണ് നിലവിൽ തന്നെ MSP നമ്മുടെ രാജ്യത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ MSP ഒന്നും കൊടുക്കാതെ കർഷകരെ വലിയൊരു കടക്കടിയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഒന്നും നിലവിൽ എങ്ങും തന്നെ ഇല്ല. അത് ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം അതല്ല, 99% കർഷകർക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 11.8 കോടി കർഷകർ ഈ പറയുന്ന 6000 രൂപ ഈ പ്രൈം മിനിസ്റ്റർ PM കിസാൻ സമ്മാൻ നിധി മാത്രം വാങ്ങുന്നുണ്ട്. 12 കോടി. ആ 12 കോടിയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ എത്ര ആയിരം പേരാണ് അവിടെ സമരം ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യം. ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഇത്രയും യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടല്ലോ, ഇവിടെ എവിടെയാണ് ഈ പറയുന്നത് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ശബരിനാഥൻ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ അദ്ദേഹം എന്തിനാണ് അവരിങ്ങനെ വീണ്ടും വീണ്ടും ഒരു നുണ ആവർത്തിച്ച് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 8 ലക്ഷം കോടി രൂപയുടെ ലോൺ വെയ്വർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടാണ് അദ്ദേഹം വളരെ ബുദ്ധിപരമായി ട്വിസ്റ്റ് ചെയ്ത് വെയ്വർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വെയ്വർ അല്ല ശബരിനാഥ, റൈറ്റ് ഓഫ് ആണ്. റൈറ്റ് ഓഫ് എന്താണെന്ന് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരേണ്ടി വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കിട്ടാക്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റൈറ്റ് ഓഫിലേക്ക് മാറ്റിയിട്ട് അത് പിന്നീട് ജപ്തി പോലുള്ള അല്ലാന്നുണ്ടെങ്കിൽ ആ വസ്തുക്കൾ പിടിച്ചെടുക്കുന്ന തലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ മാറ്റുന്നതിനെയാണ് റൈറ്റ് ഓഫ് എന്ന് പറയുന്നത്. റൈറ്റ് ഓഫും വെയ്വ് ഓഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു കോർപ്പറേറ്റിന്റെയും കടം ഇവിടെ വെയ്വ് ഓഫ് ചെയ്തിട്ടില്ല, റൈറ്റ് ഓഫ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ താങ്കൾ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച്, അല്ല താങ്കൾ മനഃപൂർവ്വം പറഞ്ഞാണ്, താങ്കൾ അറിയാത്തത് കൊണ്ട് പറഞ്ഞാണ്, താങ്കൾ ഒരുപാട് അറിവുള്ള ആൾ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ചിട്ട് 2007 പാർലമെന്റിൽ ഉന്നയിക്കുന്ന സമയത്ത് അന്ന് കാർഷിക സഹമന്ത്രി ആയിരുന്ന ശ്രീ KV തോമസ്, ഇന്ന് അദ്ദേഹം CPM-ന്റെ കൂടെയാണ്, അദ്ദേഹം അന്ന് പാർലമെന്റിൽ പറയുന്നത് ഇത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണ് എന്നും ഇറ്റ് വിൽ ഡിസ്റ്റോർട്ട് ദ മാർക്കറ്റ് എന്നുമാണ് അദ്ദേഹം അന്ന് പറയുന്നത്. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഉൽപാദകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര ലാഭം കിട്ടിയാലും അതിൽ സന്തോഷം തന്നെയാണ്. അത് ഏത് മേഖലയിലുള്ള നിർമ്മാതാക്കളായിക്കോട്ടെ, കർഷകരായിക്കോട്ടെ, മറ്റു മേഖലയിലായിക്കൊണ്ട് പോട്ടെ. പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലൊരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതുണ്ട്, വില പിടിച്ചു നിർത്തുക എന്ന് പറയുന്ന കാര്യം കൂടി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ 140 കോടി പേർക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെന്റിന് ഭരിക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ അതിവൈകാരികമായിട്ട് അന്നമൂട്ടുന്ന കർഷകർ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഒരു ഭാഗത്തിലേക്ക് മാത്രം നമ്മൾ അങ്ങനെ നമുക്ക് അതൊരു ഇംബാലൻസ് ടോട്ടലി ക്രിയേറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് UPA ഗവൺമെന്റ് തന്നെ പറഞ്ഞത് ഇറ്റ് വിൽ ഡിസ്റ്റോർട്ട് ദ മാർക്കറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കൗണ്ടർ പ്രൊഡക്റ്റീവ് എന്ന് UPA ഗവൺമെന്റ് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ലക്ഷങ്ങൾ, 1 ലക്ഷങ്ങളാണ് ഇവിടെ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ആത്മഹത്യ ചെയ്തത്, കർഷകർ ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് കേട്ടു. 2005, 2006, 2007, 2008 കാലഘട്ടങ്ങളിൽ UPA സർക്കാരിന് പിന്തുണ കൊടുത്തിരുന്ന ഇടതുപക്ഷം തന്നെയാണല്ലോ. ഇപ്പോഴത്തേനേക്കാളും കൂടുതൽ കർഷക ആത്മഹത്യകൾ ആ വർഷങ്ങളിൽ നടന്നിട്ടുണ്ട് സാർ. അന്ന് നിങ്ങൾ എവിടെയായിരുന്നു? അന്ന് നിങ്ങളുടെ ഈ പറയുന്ന കർഷക സമരങ്ങൾ എവിടെ പോയിരുന്നു? നിങ്ങൾ കർഷകരെയും കൊണ്ട് എന്താ ആ സമയത്ത് ഡൽഹിക്ക് പോകാതിരുന്നത്? ആ സമയത്ത് ഡ്രോൺ വേണ്ട, മുള്ളുവേലി വേണ്ട എന്നൊന്നും പറയാൻ നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? അപ്പോൾ അതിനേക്കാളും താഴ്ന്ന ലെവലിലാണല്ലോ ഇപ്പോൾ ഈ പറയുന്ന കർഷക ആത്മഹത്യകളായാലും എന്തായാലും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാത്രം താങ്കൾക്ക് എവിടുന്നാണ് ഈ അതിവൈകാരികത കടന്നു വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ
പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന കാർഷിക മേഖലയിലുള്ള ഇടപെടലുകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്നത് കാർഷിക രംഗത്തെ പ്രൊഡക്ഷന്റെ അടിസ്ഥാനത്തിലാവണം. അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ GDP-യുടെ പെർസെൻറ്റേജ്, ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. ഇത് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. നമ്മുടെ കാർഷിക രംഗത്തെ എക്സ്പോർട്ട് ഏത് തലത്തിലാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഞാൻ എക്സ്പോർട്ടിന്റെ കാര്യം മാത്രം പറഞ്ഞുതരാം. വീറ്റ് എക്സ്പോർട്ട് 425 കോടിയിൽ നിന്നും ഒരു വർഷത്തെ കണക്ക് മാത്രമാണ്, 2019-20 2021 എത്തിയ കണക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്, 3783 കോടി രൂപയിലേക്കാണ് വീറ്റ് എക്സ്പോർട്ട് ഇൻ ടേംസ് ഓഫ് മണി മാത്രം പോയിരിക്കുന്നത്. 727% വർധനവാണ് വീറ്റ് എക്സ്പോർട്ട് 2019-20 2020-2021 എത്തിയിരിക്കുന്നത്. മറ്റ് ധാന്യങ്ങൾ 1318 കോടിയിൽ നിന്ന് 4542 കോടി രൂപയിലേക്ക് വർദ്ധിച്ചിരിക്കുന്നുണ്ട്. അരി കയറ്റുമതി, ബസുമതി അരി മാറ്റി നിർത്തി കഴിഞ്ഞാൽ 132% വർദ്ധിച്ചിരിക്കുന്നത്. 1330 കോടിയിൽ നിന്ന് 30,277 കോടി രൂപയിലേക്കാണ് അരിയുടെ എക്സ്പോർട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഒരു തിരഞ്ഞെടുപ്പ് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു സമരമൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ആ സമരത്തിനകത്ത് ന്യായമുണ്ടാവട്ടെ അന്യായമുണ്ടാവട്ടെ എന്തുമുണ്ടാവട്ടെ, ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച നടത്തേണ്ടത് ചർച്ച നടത്തും. പക്ഷെ കാർഷിക രംഗം ആകെ തകർന്നുപോയി, ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പച്ച വെളിച്ചം പോലെ നിൽക്കുന്ന ഈ കണക്കുകളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോരും. ശരി, ഓക്കെ, അതാണ് BJP-യുടെ പോയിന്റ് ഓഫ് വ്യൂ. ശ്രീ ശബരിനാഥൻ, ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കർഷക സമരത്തിന്റെ പ്രഭവ കേന്ദ്രം പഞ്ചാബാണ്. രാജ്യത്തുള്ള എല്ലാ കർഷകരും ഈ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ആവശ്യങ്ങളിൽ ഐക്യത്തോടെ നിൽക്കുന്നുണ്ടോ, അവർക്കെല്ലാം ഒരേ അഭിപ്രായമുണ്ടോ, അവരെല്ലാം സമരരംഗത്തുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചാബിൽ രൂപം കൊണ്ട് ഡൽഹിയിലേക്ക് വരുന്ന സമരം, നമ്മൾ 2020-21 കാലയളവിലും ഇത് കണ്ടതാണ്. കർഷക നിയമങ്ങൾ സംബന്ധിച്ച് പ്രക്ഷോഭം വന്നപ്പോഴും ഇപ്പോൾ ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഒക്കെ അന്ന് കുറച്ചെങ്കിലും സപ്പോർട്ട്, പ്രത്യേകിച്ച് ജാട്ട് മേഖലയിലൊക്കെ വെസ്റ്റേൺ UP-യിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമരത്തെ സംബന്ധിച്ച് ഇതിപ്പോൾ പഞ്ചാബിലെ 1-2 സംഘടനകളുടെ സമരം എന്നുള്ള നിലയിൽ പരിമിതപ്പെടുകയാണ്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അതുകൊണ്ട് തന്നെ ഇതിലൊരു നാഷണൽ നറേറ്റീവിൽ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും നമുക്കതൊരു നാഷണലായിട്ട് ചർച്ച ചെയ്യാൻ കഴിയും. അതിന് മുമ്പ് യുവരാജ് ഗോകുൽ പറഞ്ഞത് അത് BJP-ക്കാരുടെ കൃത്യമായിട്ടൊരു ന്യായമാണ്. അവർ പറയും അവരുടെ സമയത്ത് 10 ലക്ഷം കോടി രൂപയുടെ ലോൺ റൈറ്റ് ഓഫ് ചെയ്താണ്, അത് വേവർ ആവത്തില്ല എന്ന് പറയും. ഞാൻ കറക്റ്റ് കണക്കാണ് പറയുന്നത്. നിങ്ങൾ 10 ലക്ഷം കോടി രൂപയുടെ ലോൺ റൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇതുവരെ അതിൽ നിന്ന് തിരികെ പിടിച്ചിട്ടുള്ളത് 1.3 ലക്ഷം കോടിയാണ്. അപ്പോൾ നിങ്ങൾ 10 ലക്ഷം കോടി രൂപയുടെ റൈറ്റ് ഓഫ് ചെയ്തിട്ട് 1.3 ലക്ഷം കോടി മാത്രമേ തിരിച്ചു പിടിച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം 8.7 ലക്ഷം കോടി രൂപ നിങ്ങളവർക്ക് റൈറ്റ് വേവർ ചെയ്തതിന് തുല്യമാണ്, അവർക്ക് ഫ്രീ ആക്കി കൊടുത്തതിന് തുല്യമാണ്. ഒരു സംശയവുമില്ല. നിങ്ങളത് പിന്നെ NPA പിന്നെ വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. വളരെ സിമ്പിളാണ്. 10 ലക്ഷം കോടി രൂപയിൽ 1.3 ലക്ഷം കോടി രൂപ നിങ്ങൾക്ക് തിരികെ പല വഴിക്ക് വന്നു. ബാക്കി വരാത്ത 8.7 ലക്ഷം കോടി രൂപ എല്ലാവർക്കും നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തു തന്നെയാണ്. ഒരു സംശയമില്ല അതിനകത്ത്. ഇനി അഭിലാഷ് പറഞ്ഞ ഒരു പോയിന്റ്, ആ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കഴിഞ്ഞ കർഷക സമരം തുടങ്ങിയപ്പോഴും അതൊരു പ്രൊലോങ്ഡ് പ്രോസസ്സാണ്. എത്രയോ മാസം അവർ ഡൽഹിയിലെ കൊടും ശൈത്യത്തിൽ അവരെല്ലാം സമരത്തിലിരുന്നതാണ്. അതിന് തുടക്കവും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പഞ്ചാബിൽ നിന്നൊക്കെയാണ്. ഈ വരും സമയങ്ങളിൽ പഞ്ചാബ്, UP അടക്കമുള്ള ആ താങ്കൾ പറഞ്ഞ വെസ്റ്റേൺ UP അടക്കമുള്ള പ്രദേശങ്ങളിൽ അത് കൂടുതൽ ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്നു തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നു മാത്രമല്ല, ഇതിൽ BJP-യുടെ കൂടെ ഇപ്പോൾ വളരെ ശക്തമായി നിൽക്കുന്ന, ഇപ്പോൾ ഈ പറഞ്ഞ സമാജ്വാദി പാർട്ടിയോട് വിട്ടുപോയ, നിങ്ങൾ ആലോചിക്കണം, ചൗധരി ചരൺ സിംഗിൻ്റെ കൊച്ചുമകൻ്റെ പാർട്ടി RLD, അവരിപ്പോൾ BJP-യോടൊപ്പം ചേർന്നിരിക്കുകയാണ്. അവരൊക്കെ എങ്ങനെ ഇനി BJP-യുടെ രാഷ്ട്രീയമായി ഒത്തുപോകും? അവരെല്ലാം കർഷകരോട് നിൽക്കേണ്ട പാർട്ടിയാണ്. BJP-ക്കാർ ഭാരതരത്നം കൊടുത്ത 2 ആളുകളുണ്ട്. ഒന്ന് ചൗധരി ചരൺ സിംഗ്, ഏറ്റവും കൂടുതൽ ജാട്ട് കർഷകർക്ക് വേണ്ടി നിലകൊണ്ട പല പഴയകാല സോഷ്യലിസ്റ്റിൻ്റെ വക്താവാണ്. പിന്നെ ഇവർ ഭാരതരത്നം കൊടുത്ത മലയാളിയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ MS സ്വാമിനാഥൻ. ശ്രീ MS സ്വാമിനാഥന് ഭാരതരത്നം കൊടുത്ത അതേ ആളുകൾ, അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ ശരിയായതുകൊണ്ടല്ലേ ഭാരതരത്നം കൊടുത്തത്. എന്തുകൊണ്ട് ശ്രീ MS സ്വാമിനാഥൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന 5-6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ MSPക്ക് പറയുന്ന അദ്ദേഹം ഉപയോഗിക്കുന്ന ആ 50% കാൽക്കുലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പോൾ സ്വാമിനാഥനും ചൗധരി ചരൺ സിംഗിനും നിങ്ങൾ ഭാരതരത്നം കൊടുക്കുകയാണെങ്കിൽ അത് വെച്ച് കർഷകരെ നിങ്ങൾക്ക് സോപ്പിടാൻ പറ്റുമെന്നുള്ള തെറ്റായിട്ടുള്ള ധാരണയാണ്. കാരണം അത്രമാത്രം അസ്വസ്ഥത ആളുകൾക്കുണ്ട്. ഈ പാവപ്പെട്ട, സർക്കാർ തന്നെ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട കർഷകർ പ്രതിവർഷം അവർ 30,000 രൂപയ്ക്ക് താഴെയാണ് അവിടെ ടോട്ടൽ ആനുവൽ ഇൻകം.
അപ്പോൾ നമ്മൾ കേരളം വിട്ട് ഉത്തരേന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ അവിടെ ജീവിക്കാൻ കഴിയാത്ത ആളുകൾ നിൽക്കുകയാണ്. അപ്പോഴാണ് നരേന്ദ്രമോദിയും കൂട്ടരും ഇന്ത്യ വിശ്വഗുരുവാകുന്നു, സമ്പദ് വ്യവസ്ഥ വളർന്നു, നമ്മൾ ഭയങ്കരമായിട്ട് വളർന്നു പറയുമ്പോൾ ആളുകൾ അത് കാണുമ്പോൾ അവർക്കൊരു അമർഷമുണ്ടല്ലോ. ആ അമർഷം കൂടി ഇന്ത്യയിൽ ഉണ്ടാകുന്ന ആ പറഞ്ഞ വലിയ അസമത്വത്തിന്റെ ഒരു അമർഷം കൂടിയാണ് ഇപ്പോൾ ഇന്ത്യൻ പഞ്ചാബ് ബോർഡറിലൊക്കെ നടക്കുന്നത്. ആ അസമത്വമാണ് ഇന്ത്യ ഇലക്ഷൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ശരി, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇതിന്റെ രാഷ്ട്രീയ വിവക്ഷകൾ എടുക്കൂ. ആദ്യം കർഷക സമരം നടന്നപ്പോൾ നരേന്ദ്രമോദി നേരിട്ട് തന്നെ 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചു. ഈ കർഷകരെ അഭിസംബോധന ചെയ്ത്, അല്ലെങ്കിൽ കാർഷിക സമൂഹത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിച്ചു. പിന്നീട് പാർലമെന്റിൽ ഈ 3 ബില്ലുകളും പിൻവലിക്കുകയും ചെയ്തു. അന്ന് സർക്കാർ കർഷകർക്ക് മുമ്പിൽ കീഴടങ്ങി എങ്കിൽ ഇന്ന് സമാനമായ നിലയിലല്ല ഈ സമരത്തെ കൈകാര്യം ചെയ്യുന്നത്. ശരിയാണ്, 3 മന്ത്രിമാർ ചണ്ഡീഗഡിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഈ സമരക്കാരെ ഡൽഹിയിലേക്ക് കടത്തുന്നത് തന്നെയില്ല. അവരെ വലിയ ശക്തമായ കായികമായി തന്നെ അവിടേക്ക് കടത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കുറച്ച് റഫായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് സാമാന്യമായി പറയാം. എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ നോക്കൂ, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം എടുത്തു കഴിഞ്ഞാൽ പഞ്ചാബിൽ സീറ്റുകൾ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ഇടയിൽ തന്നെ വിഭജിച്ച് പോകാം എന്നുള്ളതാണ് BJP-യുടെ അനുമാനം. അവർക്ക് അവിടെ കാര്യമായി ഒന്നും കിട്ടാനില്ല. ശിരോമണി അകാലിദളുമായി സഖ്യമുണ്ടാക്കിയാലും ഇതൊരു പഞ്ചാബ് പ്രശ്നം മാത്രമാകുമ്പോൾ ഹരിയാനയിൽ, ഉത്തർപ്രദേശിലൊക്കെ ഒരു കൗണ്ടർ കൺസോളിഡേഷൻ ഉണ്ടാകാം. അത് BJP-ക്ക് ഗുണകരമായി വന്ന് ഭവിക്കാം. ഇപ്പോൾ മറ്റൊരു പ്രശ്ന മേഖല എന്ന് പറയുന്നത് വെസ്റ്റേൺ UP ആയിരുന്നു, പശ്ചിമ UP ആയിരുന്നു. പശ്ചിമ UP-യിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ RLD ഇപ്പോൾ BJP-യുടെ സഖ്യകക്ഷിയാണ്. ശരൺ സിംഗിന് ഭാരതരത്നം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ ജാട്ട് ബെൽറ്റിൽ BJP-ക്ക് തിരിച്ചടി ഉണ്ടാകില്ല എന്നവർ ഉറപ്പാക്കി കഴിഞ്ഞു. അപ്പോൾ ഹരിയാന, അതുപോലെ തന്നെ ഉത്തർപ്രദേശ് അടക്കമുള്ള ജാട്ട് കേന്ദ്രങ്ങളിൽ നില സുരക്ഷിതമാക്കിയിട്ട് പഞ്ചാബിലെ കർഷകരെ കുറച്ച് പ്രകോപിപ്പിച്ചാലും കുഴപ്പമില്ല എന്നൊരു രാഷ്ട്രീയ സമീപനത്തിലേക്ക് BJP പോകുന്നുണ്ട്. അത് ആത്യന്തികമായി അവർക്ക് ഗുണമല്ലേ ചെയ്യൂ? അല്ല, നമ്മൾ ഇത് ചർച്ച ചെയ്യും, ഇത് പഞ്ചാബിലെ കർഷകരുടെ ഒരു സമരമല്ല. ഇത് ദേശീയ തലത്തിലുള്ള നിരവധി കർഷക സംഘടനകൾ പങ്കാളിയായിട്ടുള്ളൊരു സമര. ഈ കേരളത്തിൽ നിന്ന് പോലും അഭിലാഷേ ഈ സമരത്തിൻ്റെ കൂടെ ആളുകൾ പോകുന്നുണ്ട്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ആരും കൊണ്ടുപോകുന്നില്ലെങ്കിൽ എത്രയോ ആളുകൾ കർഷക സംഘടനകളുമായി ബന്ധപ്പെട്ട കിസാൻ രംഗത്ത് പ്രവർത്തിക്കുന്ന എത്രയോ ആളുകൾ ഈ സമരത്തിൽ പങ്കാളികളാകുന്നുണ്ട്. UP-യിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ, അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഈ സംയുക്ത കിസാൻ മോർച്ചയിലെ സംഘടനകൾ എന്ന് പറയുന്നത് RSS-മായി ബന്ധമുള്ള സംഘടനകളാണ്. അപ്പോൾ ഈ സർക്കാർ കർഷകർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം 3 ഫാം ലോസ് അതിൻ്റെ ബില്ലുകൾ പിൻവലിക്കുമ്പോൾ ഈ ഞങ്ങൾ നിയമം മൂലം താങ്ങുവില ഉറപ്പുവരുത്തുമെന്ന് ഈ സർക്കാർ കർഷകർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പാണ്. ആ ഉറപ്പ് പാലിക്കണമെന്ന വളരെ ന്യായമായ ഒരു ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കൃഷിക്കാർ സമരം ചെയ്യുന്നത്. അത് പഞ്ചാബിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല. അതിനപ്പുറത്ത് ഈ ഇന്ത്യയിലെ കാർഷിക പ്രധാനമായ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അവിടെ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ, പ്രത്യേകിച്ച് NGO ഗ്രൂപ്പുകൾ എല്ലാം തന്നെ ഈ സമരത്തിൽ പങ്കാളികളാണ്. അതിൻ്റെ മുൻനിരയിൽ തന്നെ അവരുണ്ട്. അതുകൊണ്ട് BJP-ക്ക് അത്ര എളുപ്പം, കഴിഞ്ഞ പ്രാവശ്യം 13 മാസക്കാലം ഈ സമരം നീണ്ടു നിൽക്കും. 700ഓളം ആളുകൾ രക്തസാക്ഷികളായിട്ടും സമരമായിട്ട് മുന്നോട്ട് പോകാൻ കൃഷിക്കാർക്ക് കഴിഞ്ഞു. അവസാന സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നു. ആ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കൃഷിക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സമരത്തിന് ഇന്ത്യൻ ജനതയുടെ വലിയ പിന്തുണ വരാനിരിക്കുന്ന ദിവസങ്ങളുണ്ടാകും. ഡൽഹിയിൽ സമരം തമ്പടിച്ചാരംഭിച്ചു കഴിഞ്ഞാൽ വലിയ ജനപിന്തുണയുണ്ടാകും എന്ന് ഭയന്നുകൊണ്ടാണ് നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് ആളുകളെ എത്തിക്കാതെ അവിടെ തന്നെ അതിർത്തികളിൽ തന്നെ തടയാനുള്ള നീക്കം നടത്തുന്നത്. അതിർത്തികളിൽ ജയിലുകൾ ഉണ്ടാക്കി സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ സംഘർഷങ്ങൾ ഉണ്ടാക്കി അറസ്റ്റ് ചെയ്ത് ജയിലടക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. അതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും. ഒരുപക്ഷെ നരേന്ദ്രമോദിക്കും RSS എന്ന് പറയുന്ന കവാത്ത് സംഘത്തിനും നേരിടാനാവാത്ത രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക്, പ്രത്യാഘാതങ്ങളിലേക്ക് ഈ കർഷക സമരം നാളെ വളരുമെന്നതിൻ്റെ സൂചനകളുമുണ്ട്. അതുകൊണ്ട് ലളിതമായിട്ട് ഇതിനെ കാണേണ്ട. ഇവർ ഖാലിസ്ഥാൻമാരാണെന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെയുള്ള അത്തരത്തിലുള്ള ഇവരെ ഭീകരവാദികളാക്കി അടിച്ചമർത്താം, പഞ്ചാബികളാക്കി ഒറ്റപ്പെടുത്താം എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. അതിനപ്പുറത്ത് ഇന്ത്യൻ കർഷകന്റെ ജീവൻ പ്രധാനമായ പ്രശ്നങ്ങളാണ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്നത്. ഇവിടെ BJP-യുടെ പ്രതിനിധി പറയുകയുണ്ട്, ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ടൊക്കെ കൂടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് കൂടിയെന്നറിയോ? ഈ അവധി വ്യാപാരം, ഫ്യൂച്ചർ ട്രേഡിംഗ് നിയമം ഉൾപ്പെടെയുള്ളത് ഉപയോഗിച്ചുകൊണ്ട് ഓസ്ട്രേലിയൻ വീറ്റ് ബോർഡ് തൊട്ട് കാർഗിലിൻ കോർപ്പറേറ്റ് വരെയുള്ള ഇന്ത്യക്ക് പുറത്തുള്ള, ഇന്ത്യയിൽ പ്രധാനമായും പ്രവർത്തിക്കുന്ന ഗോതമ്പ് ഉൽപ്പാദന വിതരണ വിപണന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വലിയ കമ്പനികൾ ഇവിടെ ഇന്ന് ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് പുറത്തേക്ക് അത് സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ സപ്ലൈക്കാണ് നമ്മൾ എക്സ്പോർട്ടായിട്ട് കാണുന്നത്, കയറ്റുമതിയായിട്ട് കാണുന്നത്. അപ്പോൾ ഇന്ത്യയിലെ കൃഷിക്കാർക്ക് ഇതിൻ്റെ ഒരു ആനുകൂല്യവും കൂടുന്നില്ല. കാർഷിക ഉൽപ്പാദനം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ കൃഷിക്കാർക്ക് അതിൻ്റെ ഉത്ബലം. ഇപ്പോൾ ശ്രീമതി നിർമ്മലാ സീതാരാമനെ അവതരിപ്പിച്ച ബജറ്റിൽ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തേക്കാൾ കാർഷിക രംഗത്ത് വളർച്ചയുണ്ടായിട്ടുണ്ടോ? 1.8% വളർച്ച കാണിക്കുന്നത്.
അത് കാണിക്കുന്നത് എന്താണ്? ഉൽപ്പാദന രംഗത്ത് ഡിപ്രിവേഷനാണ്, മുരടിപ്പാണ്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ എന്താണ്? ഈ ഫ്യൂച്ചർ ട്രേഡിംഗ് നിയമമൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, വലിയ അവധി വ്യാപാര സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾ കൃഷിക്കാരിൽ നിന്ന് വളരെ കുറഞ്ഞ വിലക്ക് തട്ടിയെടുത്ത് അവർ ലോക മാർക്കറ്റിൽ അത് വിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതൊക്കെ തന്നെ കാർഷിക മേഖലയുടെ ടോട്ടലായിട്ടുള്ള വളർച്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കോർപ്പറേറ്റ് അനുകൂലമാണ് 3 ഫാം നിയമങ്ങൾ എന്ന പോലെ തന്നെ ഈ ഫാം നിയമങ്ങൾക്ക് പകരം കൃഷിക്കാർക്ക് അനുകൂലമായ നടപടികളിലേക്ക് സർക്കാർ പോകാത്തത് അഗ്രി ബിസിനസ് കമ്പനികളെ, കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയാണ്. ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായിട്ടാണ് ഈ കർഷക സമരം ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം വെക്കുന്നത്. പ്രത്യേകിച്ച് ഇറക്കുമതി ഉൽപ്പന്നങ്ങൾ, ഇറക്കുമതിക്ക് അനുമതി നൽകുന്ന വ്യാപാര ഉടമ്പടികൾ, അതിനുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ചർച്ചകൾ, ഇതെല്ലാം നിർത്തിവെക്കണമെന്ന് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മുദ്രാവാക്യങ്ങളും ഈ സമര സമിതി, ഈ മോർച്ച ഇപ്പൊ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ കാണണം. തീർച്ചയായും ഇവിടെ ശ്രീ യുവരാജ്, ഈ താങ്ങുവിലയുടെ പ്രശ്നം മാത്രമല്ല, താങ്ങുവില ഗ്യാരണ്ടി ചെയ്യപ്പെടണം എന്ന പ്രശ്നം മാത്രമല്ല ഉന്നയിക്കുന്നത്. ഈ വായ്പാ കടാശ്വാസത്തിന്റെ കാര്യം, UPA 1ാം സർക്കാരിന്റെ അവസാന വർഷമാണ് വലിയ 60,000 കോടിയുടെ കടാശ്വാസം, കാർഷിക കടാശ്വാസം പ്രഖ്യാപിച്ചത്. 2ാം UPAക്ക് നിദാനമായത്, 2ാം UPA സർക്കാരിന്റെ വരവിന് കാരണമായത് പോലും ആ കടാശ്വാസമായിരുന്നു. കാർഷിക മേഖല എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്ത്യയുടെ, പ്രത്യേകിച്ച് റൂറൽ ഇന്ത്യയുടെ നട്ടെല്ലാണ്. നമ്മുടെ GDPക്ക് അത് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇന്ത്യക്കാരന്റെ ജീവനാഡിയാണ് കൃഷി എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. അവർ കടക്കണിയിലാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാവും. ആ കടക്കണിയുടെ കാര്യം മാത്രമല്ല അവർ പറയുന്നത്. നോക്കൂ, MNREG, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങൾ 200 ആക്കണം എന്ന ആവശ്യം അവർ ഈ സമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം നമ്മുടെ റൂറൽ എക്കോണമിക്ക് ഈ MNREG വളരെ പ്രധാനമാണ്. അതുവഴി കിട്ടുന്ന പണം എന്ന് പറയുന്നത് ആ എക്കോണമിയെ ചലിപ്പിക്കുന്ന ഒന്നാണ്. ഇത്തവണ നിർമ്മലാ സീതാരാമൻ 86,000 കോടി രൂപ കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ നീക്കിയിരിപ്പാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് നീക്കി വെച്ചിരിക്കുന്നത്. അത് ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവിടേക്ക് പണം പമ്പ് ചെയ്യേണ്ട സാഹചര്യം ഇപ്പോഴും ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ WTOയിൽ നിന്ന് പിന്മാറണം, എല്ലാ സ്വതന്ത്ര വ്യാപാര കരാറുകളും റദ്ദാക്കണം തുടങ്ങിയ ആവശ്യങ്ങളടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാർഷിക മേഖലയുടെ, ഇന്ത്യയുടെ ഈ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനമായ മൗലികമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ്. അത് കേവലം ഒരു സ്ഥലത്ത് നിന്ന് പ്രഭവ കേന്ദ്രമായി വന്ന് അത് ആ ലോക്കലായി തീരുന്ന പ്രശ്നം എന്നുള്ള നിലയിൽ കാണണ്ട. തീർച്ചയായിട്ടും അഭിലാഷേ, ആ പറയുന്നത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ജെനുവിനായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടാവുന്നതാണ്. ഇപ്പോൾ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഖാലിസ്ഥാൻ, പഞ്ചാബ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം പറയുന്നതാണ്. അതൊന്നും പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ആളല്ല. നമ്മൾ കാണുന്ന പല വീഡിയോസിനകത്തും ഇവർ നിന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ പലരും വന്നിട്ട് ഞങ്ങൾക്ക് ഖാലിസ്ഥാനാണ് ആവശ്യം എന്നൊക്കെ പറയുകയും മാധ്യമ റിപ്പോർട്ടേഴ്സ് തന്നെ അതൊന്നും ഇവിടെ കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യുന്ന വീഡിയോസ് നമ്മൾ തന്നെ കണ്ടതാണ്. അപ്പോൾ അത്തരം എലമെന്റ്സ് അതിൻ്റെ അകത്തില്ല എന്ന് നമുക്ക് പരിപൂർണമായിട്ട് പറയാനൊന്നും കഴിയില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ശരിയാണ്, കർഷകർക്ക്, കൃഷിക്കാർക്ക് അവർക്ക് ന്യായമായിട്ട് ലഭിക്കേണ്ടത് കിട്ടുക എന്ന് പറയുന്നത് ഒരു ഔദാര്യമൊന്നുമല്ല, അവരുടെ അർഹത തന്നെയാണ്. ശ്രീ ശബരിനാഥൻ തന്നെ കുറച്ചു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 86% കർഷകരും ചെറുകിട കർഷകർ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റുകളിൽ എത്തിച്ച് വിൽക്കുകയും ചെയ്യുന്ന കർഷകരാണുള്ളത്. ആ 80-90% കർഷകരും അവരുടെ കൃഷിയിടങ്ങളിൽ ഇപ്പോഴും മാന്യമായി കൃഷി ചെയ്ത് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. 13 മാസം ഇന്ത്യയിലെ കൃഷിക്കാർ മുഴുവൻ സമരത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെയെങ്കിലും വില ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? കാരണം ആ കൃഷിക്കാർ മുഴുവനും കൃഷിയിടങ്ങളിൽ ഉണ്ടായിരുന്നു. ഒരു 8-10% വരുന്ന അല്ലെങ്കിൽ അതിലും താഴെ വരുന്ന കുറച്ച് ആൾക്കാർ BMW-ലും ബെൻസിലുമായിട്ട് വന്ന് ചെയ്തിരുന്ന ഒരു സമരമാണ് കുറെ കാലങ്ങളായിട്ട് ഇന്ത്യയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഫാം ലോസിന്റെ പേരിൽ ഇനിയിപ്പോൾ ചാട്ട് മേഖലകളിലൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് നമുക്ക് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫാം ലോസ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യുവരാജ് 90% കർഷകരും അനുകൂലിച്ച 10% കർഷകർക്ക് മാത്രം എതിരഭിപ്രായം ഉണ്ടായിരുന്ന 3 നിയമങ്ങൾ, പാർലമെന്റ് പാസാക്കിയ 3 നിയമങ്ങൾ പിന്നെ എന്തിനാണ് പിൻവലിച്ചത്? പ്രധാനമന്ത്രി തന്നെ പിൻവലിക്കുന്നതായി പ്രഖ്യാപിക്കുന്നുവെന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു പോയി. അഭിലാഷ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചാട്ട് മേഖലകളിൽ ഉൾപ്പെടെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതിന് അത്ര വൈകാരികമായിട്ടാണ് അവർ കാണുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 90% പേര് അതിനനുകൂലമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ബാക്കി കുറച്ച് പേര് വൈകാരികമായി കാണുന്ന വിഷയങ്ങളെ നമുക്ക് തീർത്തും ഇഗ്നോർ ചെയ്ത് പോകാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ചാട്ട് മേഖലയിലും പഞ്ചാബ് മേഖലയിലും അവർ വലിയ വിഷയമായിട്ട് കാണുന്ന പ്രശ്നമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് നമുക്ക് അതിന്റെ മെറിറ്റോടുകൂടി തന്നെ കാണണമല്ലോ. അവർ നമ്മുടെ ആൾക്കാർ തന്നെയല്ലേ, അല്ലാണ്ട് അവരിപ്പോൾ വേറെ രാജ്യക്കാരൊന്നും അല്ലല്ലോ,
ശത്രുക്കളൊന്നും അല്ലല്ലോ, അവരോടൊപ്പം നമ്മൾ അങ്ങനെ സമീപനം എടുക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോട് ഏറ്റവും മാന്യമായിട്ട് പ്രതികരിക്കുക എന്നുള്ളൊരു നയം തന്നെയാണ് കേന്ദ്ര സർക്കാർ അന്ന് സ്വീകരിച്ചത്, ഇന്നും സ്വീകരിക്കുന്നത്. പിന്നെ ശ്രീ ശബരിനാഥൻ പറഞ്ഞതിനകത്ത് മറ്റൊരു ഉത്തരം കൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, അഭിലാഷ് ചോദിച്ചു എന്താണ് അത് പഞ്ചാബ് മേഖലയിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിയല്ലേ, നേരത്തെ വെസ്റ്റേൺ യു.പിയിൽ ഉൾപ്പെടെ പിന്തുണയുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അത് പ്രധാനമായിട്ട് RLD ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇന്ന് അവരുടെ മുന്നണിക്കകത്തില്ലാതെ അത് വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതിനകത്ത് ഒരു പരിധി വരെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരുന്നത് ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഓർഗനൈസിങ് ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന സമരത്തിന്റെ പുറത്ത് നടക്കുന്നുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് എത്ര ദിവസം ഉണ്ടാവും, ഒരു മാസം പോലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 10-15 ദിവസങ്ങൾ ഉണ്ടാവും നമ്മുടെ ഇലക്ഷന് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. കഴിഞ്ഞ വർഷം ഫെബ്രുവരി അവസാനത്തോടു കൂടി വന്നിരുന്നു നോട്ടിഫിക്കേഷൻ. ഇപ്പം നമ്മൾ ഫെബ്രുവരി പകുതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഇലക്ഷൻ തൊട്ടു മുമ്പിൽ നിൽക്കെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് രാഷ്ട്രീയമായ ലക്ഷ്യം മാത്രം മുമ്പിൽ വെച്ചുകൊണ്ടാണ്. പിന്നെ ശ്രീ ശബരിനാഥൻ അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോളട്ടെ. അദ്ദേഹം പറഞ്ഞു ഇവിടെ ലോണുകളൊന്നും തിരിച്ചു പിടിക്കാൻ പോകുന്നില്ല, ഇതൊക്കെ കളഞ്ഞു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഈ വർഷത്തെ ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40% വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാക്കണം. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇനി അനാവശ്യമായിട്ട് മുൻപ് കൊടുത്തുകൊണ്ടിരുന്നത് പോലെ അനാവശ്യക്കാർക്കും ഇഷ്ടക്കാർക്കും ഒക്കെ ലോണുകൾ എഴുതി കൊടുക്കുന്ന സാഹചര്യം ഇന്ത്യയിൽ നിന്നുപോയത് കൊണ്ടും വളരെ കൃത്യമായിട്ട് അതൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നത് കൊണ്ടും അതിൻ്റെ പേരിൽ കൃത്യമായ ലോണുകൾ തിരിച്ചടവ് വരുന്നത് കൊണ്ടുമാണ് ബാങ്കുകളെല്ലാം ലാഭത്തിൽ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിന്നയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹത്തെ ഞാൻ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ശരി, ഇവിടെ ശ്രീ ശബരിനാഥൻ നോക്കൂ, ഇപ്പോൾ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ഇതിനെ ഏത് തരത്തിൽ സമീപിക്കും എന്നുള്ളതും ഒരു പ്രശ്നമാണല്ലോ. ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മിനിമം സപ്പോർട്ട് പ്രൈസ് ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം, അങ്ങനെ അതിനൊരു ലീഗൽ ഫ്രെയിംവർക്ക് തന്നെ ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ജാർഖണ്ഡിലെ ഭാരത് ജോഡോ യാത്രയുടെ ലെഗ് ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധി നേരിട്ട് എത്തും എന്നൊക്കെയാണ്. ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റായി. കഴിഞ്ഞ കർഷക സമരം കർഷകർ മാത്രം നടത്തിയതാണ്. ഇപ്പോഴത്തെ സമരം ഇപ്പോൾ കർഷകർക്ക് മാത്രമല്ല തൊഴിലാളികൾക്കും പ്രശ്നമുണ്ട്. കിസാൻ മസ്ദൂർ സമിതിയാണല്ലോ സമരം നടത്തുന്നത്. ഇതിന് രാഷ്ട്രീയമായ പിന്തുണ, മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയുള്ള ഒരു മൂവ്മെന്റായി ഇത് മാറുമോ? അല്ല, ഇതിൽ BJPയുടെ ആളുകൾ കൊണ്ടുവരുന്നൊരു നറേറ്റീവാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം BMW-യിലും ഔഡിയിലും വരുന്നവരാണെന്ന്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചാനലിലെ വിഷ്വൽസ് കാണിക്കുന്നുണ്ടല്ലോ. ഒന്നാം സമരത്തിലൊക്കെ ചെരുപ്പിടാതെ എത്രയോ കിലോമീറ്ററുകൾ നടന്നു വന്ന് പൊട്ടിയ കാലുകളുമായി കാൽപാദങ്ങളുമായി ആ റോഡിൽ കൂടെ നടക്കുന്ന ആളുകളുടെ ഫോട്ടോ നമ്മൾ കണ്ടതല്ലേ. എത്രയോ ഫോട്ടോ ഡോക്യുമെന്റേഷൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമരമെല്ലാം ആളുകൾ, അതേത് സമരമാണെങ്കിലും നിങ്ങൾ പറഞ്ഞ ആളുകൾക്ക് അതിന് താല്പര്യം അല്ലെങ്കിൽ ഇത്ര അധികം നീളം ഇത് കൂടുപോകും. എത്ര പണക്കാരും എത്ര കോർപ്പറേറ്റ് ആളുകൾ നിങ്ങൾ ഫണ്ട് ചെയ്താലും ഒരു സമരം ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഏകദേശം 1 വർഷം നീളുമ്പോൾ. അപ്പോൾ ഈ പാവപ്പെട്ട സമരക്കാരെയൊക്കെ മാറ്റി അവരെല്ലാം ഫണ്ട് ചെയ്യുന്നത് വലിയ കോടീശ്വരന്മാരാണെന്ന് പറയുന്ന ആ ഒരു നറേറ്റീവ് ഒന്നാം കാർഷിക സമരത്തിൽ നിങ്ങൾക്ക് അത് ജനങ്ങൾ പൊളിച്ചതാണ്. അതിപ്പോഴും ജനങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഇതിന് പ്രത്യക്ഷമായിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഡയറക്റ്റ് സപ്പോർട്ട് ഇതിനില്ല. പക്ഷേ ഈ പ്രദേശങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് BJP സർക്കാരിനെതിരെ കോൺഗ്രസ് അടക്കം പറയുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം തന്നെയാണ് കർഷകരുടെ ബുദ്ധിമുട്ട്. നമ്മൾ കോൺഗ്രസ് ഈ ലോക്സഭാ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ന്യായ് എന്ന് പറഞ്ഞു വരുന്ന അവകാശങ്ങളിൽ പ്രധാനപ്പെട്ട പറയുന്ന ഒരു ന്യായം പറയുന്നത് കർഷകർക്കുള്ള ഒരു ന്യായമായിട്ടുള്ള അവകാശമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ജാർഖണ്ഡ് നടന്ന പ്രോഗ്രാമിൽ പാർട്ടി അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ MSP നമ്മൾ നടപ്പിലാക്കും, അതിനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കർഷകർക്ക് വിശ്വാസം വരണമെങ്കിൽ ആ പറച്ചിൽ പോരാ എന്നുള്ളത് ശരിയാണ്. അതെങ്ങനെ പ്രാക്ടിക്കലാക്കാം, പറയുന്ന എല്ലാ ക്രോപ്സുകളും എങ്ങനെ പ്രാക്ടിക്കലാക്കാമെന്നുള്ള ഒരു ഫ്രെയിംവർക്കുമായി പാർട്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ കർഷകർ അവർ ഇന്ത്യയിൽ ഏറ്റവും വലിയ താങ്ങും തണലുമായി നമ്മൾ പിടിച്ചു നിർത്തുന്ന നരേന്ദ്രമോദി പോലും ഈ പറഞ്ഞ തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് അരി കൊടുക്കുന്നതൊക്കെ ഈ പാവപ്പെട്ടവർ വിയർക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് ഏറ്റവും താഴെ തട്ടിലുള്ള പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ധർമ്മമാണ്. അതുമായി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകും. ഇത് ലോക്സഭാ ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി തന്നെ ഇത് മാറണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. BJP പറയുന്ന ഇന്ത്യ തിളങ്ങുന്നു അല്ലെങ്കിൽ അമൃത് കാലമായെന്ന് പറയുന്നത് ഒന്നുമല്ല. ഇന്ന് ഇന്ത്യയിലെ ആളുകൾക്ക് കലികാലമാണെന്നുള്ളത് ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നു എന്നുള്ളത് സാധാരണ നമ്മുടെ വീട്ടിലിരുന്ന് TV കാണുന്ന ആളുകൾ കൂടി മനസ്സിലാക്കണമെന്നൊരു അഭ്യർത്ഥന കൂടിയാണ് എനിക്ക് പറയുവാനുള്ളത്. ആരുടെയും ജീവിതം കഴിഞ്ഞ 10 വർഷം കൊണ്ട് മെച്ചപ്പെട്ടിട്ടില്ല. അത് മധ്യവർഗത്തിന്റെ ആണെങ്കിലും പാവപ്പെട്ടവരുടെ ആണെങ്കിലും ആകെ മെച്ചപ്പെട്ടിട്ടുള്ളത് വൻകിട പണക്കാരുടെയും. കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ഇപ്പോ കർഷകർ പ്രത്യേകിച്ച് ഈ
പഞ്ചാബ്, ഹരിയാന മേഖലയിലുള്ള കർഷകർ അവരുടെ പരമ്പരാഗത തൊഴിലാളി സംഘടനകളുടെ, കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം ചെയ്യുന്നു. അവർ ആ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇതൊരു പ്രസ്ഥാനമായി പരിണമിക്കാത്തത് എന്തുകൊണ്ടാണ്? കർഷകർക്ക് മാത്രമല്ല പ്രശ്നം, തൊഴിലാളികളും പ്രശ്നത്തിലാണ്. തൊഴിലാളികളുടേതായ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ കുറയുന്നില്ല, സർക്കാരിൻ്റെ ഈ വിലക്കയറ്റ ടാർഗറ്റ് എത്തുന്നില്ല. യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ്. 24% ഈ യുവാക്കൾ ജോലിയില്ലാത്തവരായുണ്ട്. അപ്പോൾ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, വിവിധ തൊഴിൽ മേഖലകളിലെ പ്രശ്നങ്ങൾ, കാർഷിക വിഷയങ്ങൾ, ഇതൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഇപ്പോഴും ഒരു ഫീൽ ഗുഡ് ഫാക്ടർ സർക്കാരിന് കൊടുക്കാൻ കഴിയുന്നത് പ്രതിപക്ഷം ഒരു തരത്തിലും എഫക്റ്റീവ് അല്ല എന്നുള്ളത് കൊണ്ടല്ലേ? കുന്തമുനയാകാൻ, ഒരു ബഹുജന പ്രസ്ഥാനം രൂപീകരിക്കാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ കർഷകർക്ക് ഓരോരോ പേരിൽ സമരം ചെയ്യേണ്ടി വരുന്നത്. ഓരോരോ സംഘടനകളായി അവർ ഓരോ ഘട്ടങ്ങളിൽ ഡൽഹിയിലേക്ക് എത്തുന്നത്. അഭിലാഷിൻ്റെ ആ നിരീക്ഷണം കുറച്ചൊക്കെ ശരിയാണ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഭൗതിക ജീവിതത്തെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് കാർഷിക തകർച്ച, കടക്കെണി, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഇറക്കുമതി ഉദാരവൽക്കരണ നയം, അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ, ഇതിനെയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ദേശീയ തലത്തിലുള്ള ഒരു പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുന്നതിന്, അതുപോലെ തന്നെ ഈ 1044 വരുന്ന ലേബർ നിയമങ്ങൾ 4 കോഡുകളാക്കി മാറ്റി ഇന്ത്യൻ തൊഴിലാളി വർഗത്തെ അടിമതുല്യമായ ഒരവസ്ഥയിലേക്ക് നയിക്കുന്ന നയങ്ങൾ, ഇതിനൊക്കെ എതിരായിട്ട് വലിയൊരു പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് ചില ചലനങ്ങളുണ്ട് എന്നല്ലാതെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഇത് ഏറ്റെടുക്കുന്നില്ല. അത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ BJPയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമ്പത്തിക നയം സ്വീകരിക്കുന്നതിൽ കോൺഗ്രസ് പലപ്പോഴും അടിച്ചു നിൽക്കുന്നു. അവർ തുടങ്ങി വെച്ച ഈ ലിബറലൈസേഷൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും നയങ്ങളെ അതിൻ്റെ പരമകാഷ്ഠയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് BJP. ആ നയങ്ങൾ തിരുത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവുന്നില്ല എന്ന ഒരു ദൗർബല്യം പ്രതിപക്ഷ കക്ഷികൾ നേരിടുന്നുണ്ട്. മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് അതിന് മുൻകൈയെടുക്കുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ട്. പക്ഷേ ഈ സമരമുഖത്ത് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസ്താവന വളരെ ശ്ലാഘനീയമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് നൽകും, കർഷകരുടെ ഈ ആവശ്യം അംഗീകരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. പക്ഷേ കോൺഗ്രസ്സിന് സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ രീതിയിൽ BJP പിന്തുടരുന്ന ഈ സാമ്പത്തിക നയമല്ല ഞങ്ങളുടെ സാമ്പത്തിക നയം, ഈ ലിബറലൈസേഷന് ഞങ്ങളെതിരാണ് എന്ന് പറയാനുള്ള രാഷ്ട്രീയമായ ഒരു സ്ഥിരത കോൺഗ്രസ് പാർട്ടിക്കില്ല എന്നുള്ളതാണ്. മറ്റ് റീജിയണൽ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സാമൂഹ്യനീതി പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിന് തയ്യാറല്ല. പക്ഷെ കർഷകർ മുൻകൈയെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കർഷകർക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് നമ്മൾ അറിയണം. ഈ കർഷക സംഘടനകളൊക്കെ നയിക്കുന്ന പല നേതാക്കന്മാർക്കും രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അപ്പോൾ രാമക്ഷേത്രവും ഗ്യാംബാബി മസ്ജിദും മധുരയും ഒക്കെ ചർച്ച ചെയ്യുന്ന അങ്ങേയറ്റം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിൽ നിന്നാണ് അഭിലാഷേ നമ്മൾ ഇന്ന് കർഷകരുടെ പ്രശ്നം സംസാരിക്കുന്നത്, നമ്മൾ ഇന്ന് കടക്കണിയുടെ പ്രശ്നം സംസാരിക്കുന്നത്, നമ്മൾ ഇന്ന് കടമെഴുതി തള്ളുന്ന കോർപ്പറേറ്റ് അനുകൂലമായിട്ടുള്ള BJP സർക്കാരിൻ്റെ സാമ്പത്തിക നയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചർച്ച ഡെവലപ്പ് ചെയ്യുന്നതിൽ, രാജ്യവ്യാപകമായി ഈ വിഷയം പ്രധാനമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കർഷകരുടെ ഈ സമരം പ്രധാനമായ വഴിതെളിച്ചിട്ടുണ്ട്. നാളെ ഈ സമരം ശക്തിപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ വിശാല ബഹുജനങ്ങളുടെ പിന്തുണ ഈ സമരത്തിന് നേടിയെടുക്കാൻ കഴിയും. രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വരും. അപ്പോൾ കർഷകർ ഒരു വർഗ്ഗശക്തി എന്ന നിലക്ക് ആരംഭിക്കുന്ന ഈ സമരം, ഇന്ത്യൻ ജനതയിൽ 70% വരുന്ന ജനങ്ങൾ കൃഷിയും അനുബന്ധ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവരാണ് ഇന്ത്യയുടെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ആ അടിസ്ഥാന വർഗം ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ പ്രക്ഷോഭത്തിൽ നിന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ ഈ ഒന്നാം കർഷക സമരത്തെ അടിച്ചമർത്താൻ പഠിച്ച പടി 18 നോക്കിയ മോഡി അവസാനം കൃഷിക്കാർക്ക് മുമ്പിൽ കീഴടങ്ങുന്നത്. അതുകൊണ്ട് കർഷകരിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടു പോകാൻ ഒരു പാർട്ടിക്കും തയ്യാറാവില്ല. ഫാസിസ്റ്റ് ശക്തികൾക്ക് പോലും ജനപിന്തുണ തങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ നയങ്ങൾ നടപ്പാക്കാൻ കഴിയൂ എന്നതോട് തന്നെ കർഷകരുടെ ഈ സമരത്തെ അങ്ങേറ്റ നിഷേധാത്മകമായി കാണാൻ അവർക്ക് കഴിയില്ല. അവർ വലിയ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ, അവർക്കിടയിൽ തന്നെയുള്ള NDAയിൽ തന്നെയുള്ള കക്ഷികളിൽ ഇത് വലിയ പ്രശ്നമുണ്ടാക്കും. അവർ വലിയ ചൈതന്യം ഈ സമരം വഴി നേരിടാൻ പോകും. അപ്പോൾ ഈ സമരം നമ്മുടെ സാമൂഹ്യ മണ്ഡലം, ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും യുവരാജ് ഗോകുൽ, ഇപ്പോൾ നോക്കൂ, നാഷണൽ മാധ്യമങ്ങളടക്കം ഈ വിഷയം ചർച്ച ചെയ്യാണ്. ഏത് ആംഗിളിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യവഹാരമായി മുഖ്യധാരയിലേക്ക് വരികയാണ്. നമ്മൾ പ്രതീക്ഷിച്ചത് മുഴുവൻ രാമക്ഷേത്ര വികാരമായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ജനുവരി 22 കഴിഞ്ഞ് നമ്മൾ ഫെബ്രുവരി 14 എത്തി നിൽക്കുമ്പോഴേക്ക് ആ യൂഫോറിയ അവസാനിച്ചിരിക്കുന്നു.
ഇപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി അതല്ലെങ്കിൽ ഒരു 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 ടോക്കിംഗ് പോയിന്റായി നമ്മുടെ മുമ്പിലില്ല. ഇതിനിയും വികസിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ് കർഷകരുടെ പ്രശ്നം, അവരുടെ സമരം, അതുപോലെ തന്നെ തൊഴിലാളികളുടെ പ്രശ്നമൊക്കെ. അപ്പോൾ BJP സെറ്റ് ചെയ്ത അജണ്ടയിൽ നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ ലൂസായി പോവുകയാണോ? അല്ല, BJP സംബന്ധിച്ചിടത്തോളം BJP അങ്ങനെ രാമക്ഷേത്ര അജണ്ടയിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ല BJP ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJP വളരെ ലാഘവത്തോടു കൂടി ഇലക്ഷന് തിരഞ്ഞെടുക്കേണ്ടതാണ്. ജനങ്ങളിലേക്ക് പോകുന്ന ജനങ്ങളുടെ ജീവൽ പ്രശ്നം ഉയർത്തിക്കൊണ്ട് തന്നെയാണ്. അതിനകത്ത് ഒരു പ്രശ്നം രാമക്ഷേത്രം തന്നെയാണല്ല എന്നൊന്നും പറയുന്നില്ല. രാമക്ഷേത്രം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു, നടപ്പിലാക്കിയെന്നുള്ളത് ഒരു വിഷയം മാത്രമാണ്. അത് ഒരു വിഷയം മാത്രമാണ്, അല്ലാണ്ട് അത് മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഈ കർഷകർക്ക് മുമ്പിൽ കീഴടങ്ങി കർഷകർ സമരം ചെയ്തു 13 മാസം എന്നൊക്കെ പറയുമ്പോൾ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 2021 സുപ്രീം കോടതി നിയോഗിച്ച ഒരു കമ്മിറ്റി കർഷക നിയമങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ഒരു റിപ്പോർട്ട് 98 പേജുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് ആ റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിലെ 13.3% കർഷകർ മാത്രമാണ് ഈ പറയുന്ന പ്രൊപ്പോസ്ഡ് കർഷക നിയമത്തിന് എതിരായിട്ടുള്ളതെന്നും 85.7% ജനങ്ങളും ആ കർഷക നിയമത്തിന് അനുകൂലമായിരുന്നു എന്നുമാണ്. നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ ഓർഗനൈസ് ചെയ്ത് അവിടെ എത്തി കുറച്ച് വാൻഡലൈസിങ് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാനും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേൾക്കേണ്ട ആൾക്കാരുണ്ടെങ്കിൽ കേൾക്കാം, അതുകൊണ്ട് ആ കർഷക നിയമം പിൻവലിക്കപ്പെട്ടു എന്നുള്ളത് ശരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ യൂഫോറിയ മാഞ്ഞുപോയി, അല്ലെങ്കിൽ മോദി അനുകൂല തരംഗം മാഞ്ഞുപോയി, അല്ലെങ്കിൽ BJP സെറ്റ് ചെയ്യുന്ന അജണ്ടകളിൽ നിന്ന് മാറി, അങ്ങനെയൊന്നുമില്ല. രാജ്യത്തെ 86% കർഷകരും അന്നും ഇന്നും നരേന്ദ്രമോദിജി എടുത്തിട്ടുള്ള അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിട്ടുള്ള കാർഷിക അനുകൂല നയങ്ങൾക്ക് അനുകൂലമായി തന്നെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഓർഗനൈസ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ കൊറിയോഗ്രാഫ് ചെയ്ത് വരുന്ന ചില സമരങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഇന്ത്യയിലുള്ള 86-90% കർഷകരുടെ താല്പര്യങ്ങൾ അങ്ങ് മാറിപ്പോവും എന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊന്നും ആരും ദിവാസ്വപ്നം കാണുകയും വേണ്ട. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തില് നെല്ലിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന താങ്ങുവില കേന്ദ്ര സർക്കാർ എത്രത്തോളം വർദ്ധിപ്പിച്ചു എന്ന് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അറിയാമോ? അതിൽ നിന്നും ഇപ്പോൾ കേരളത്തിലെ കർഷകന് കിട്ടുന്നത് അതിൻ്റെ എത്ര ശതമാനം മാത്രമാണ് എന്നറിയാമോ? എന്തുകൊണ്ടാണ് കേരള സർക്കാർ നെല്ലിന് കൊടുത്തുകൊണ്ടിരുന്ന താങ്ങുവില കുറച്ചതെന്ന് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഒന്ന് പറയാമോ? കേന്ദ്ര സർക്കാർ കൂട്ടുമ്പോൾ അതിനാനുപാതികമായിട്ട് കേരള സർക്കാർ കുറയ്ക്കുകയാണ്. കിലോയ്ക്ക് 5-6 രൂപ ഇതിനോടകം കേരളത്തിലെ കർഷകന് ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടേണ്ടതിനെ തടഞ്ഞു വെക്കുകയും ആ പൈസ കൂടി അടിച്ചു മാറ്റുകയും ചെയ്യുന്നത് പിണറായി സർക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കർഷകരോട് ഒരു നയം, അവിടെ മറ്റൊരു നയം എന്ന് പറയുന്നത് കിലോയ്ക്ക് കൊടുക്കുന്നത് 22 രൂപയാണ്, കേരളം കൊടുക്കുന്നത് 28 രൂപയും. തരുന്ന പൈസ കുറച്ചിട്ടല്ല, തരുന്ന പൈസയേക്കാൾ ഇവിടുന്ന് കുറച്ച് പൈസ അങ്ങോട്ട് ഇട്ടിട്ട് കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അല്ല 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 അഭിലാഷേ, കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ കേന്ദ്രം ഓരോ രൂപ വെച്ച് കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് കേരളം കുറയ്ക്കുകയാണ്. എന്റെ കയ്യിൽ നേരത്തെ ഡേറ്റ ഉണ്ടായിരുന്നു, ഇപ്പൊ കയ്യിൽ എക്സാക്ട് നമ്പർ പറയാൻ കഴിയാത്തത്. ഒരുപോലെ ആയിരിക്കുമല്ലോ. കേന്ദ്രം 1 കിലോ നെല്ലിന് എത്ര രൂപയാണ് കൊടുക്കുന്നത്? അതെ 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 അതെ. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ എന്റെ കയ്യിൽ കുറച്ച് നേരത്തെ ഡേറ്റ ഉണ്ടായിരുന്നു, ഇപ്പൊ ആ ഡേറ്റ കിട്ടുന്നില്ല. ഫിഗർ തന്നെ പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് അറിയാവുന്നിടത്തോളം ഞാൻ ഇതിനകത്ത് ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. 2018 അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ അഭിലാഷ്, 2018 നിന്ന് 2022 എത്തിയപ്പോൾ കേരളം കൊടുത്തോണ്ടിരുന്ന പൈസ കൂടിയോ കുറഞ്ഞോ? കേരളം മാത്രം കൊടുക്കുന്ന പൈസ കൂടിയോ കുറഞ്ഞോ? കർഷകർക്ക് കിട്ടുന്ന പൈസ സർക്കാർ വിഹിതം കുറച്ചോ ഇല്ലയോ? അല്ല, കേരളത്തിന്റെ സാമ്പത്തിക ഭാരം കുറഞ്ഞു. അല്ല, അത് യുവരാജ് പറയുന്ന നറേറ്റീവ് കേന്ദ്രം 10 രൂപ തരുന്നത് കേരളം 8 രൂപയെ കൊടുക്കുന്നുള്ളൂ എന്നുള്ള മട്ടിലാണ്. അങ്ങനെയല്ല, കേരളം 10 രൂപ തരുന്നുണ്ടെങ്കിൽ കേന്ദ്രം 10 രൂപ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കേന്ദ്രം 10 രൂപ കൊടുക്കുന്നിടത്ത് കേരളവും 10 രൂപ കൊടുത്തിരുന്നു. കേന്ദ്രം അത് 11 12 കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് കേരളം എന്ത് ചെയ്തു? 20 കുറച്ച് 19 18 എന്നുള്ള നിലയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് കേന്ദ്രം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കേരളം കൊടുത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞ 4-5 വർഷത്തിനിടയിൽ കേരളം അതിന്റെ വിഹിതം ബാലൻസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്രം തരുന്നതിനേക്കാൾ കൂടുതൽ തുക കർഷകർക്ക് കേരളം കൊടുക്കുന്നുണ്ട്. അത് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഇല്ലാത്ത വിധത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിശദീകരിച്ചത്. സ്വാഭാവികമായിട്ടും അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് വിഷയമാണ്. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് വിഷയം കൂടിയാണല്ലോ. അപ്പൊ കേരളത്തിന് കേരളത്തിന്റേതായ വിഹിതം കൊടുക്കേണ്ടി വരുമല്ലോ. ശരി, എനിക്കൊരു ഇടവേള എടുക്കണം, അതിനുശേഷം മടങ്ങിയിട്ട് ചർച്ച അവസാന ഘട്ടത്തിലാണ്. ഇവിടെ ശ്രീ ശബരിനാഥൻ, ഞാൻ നേരത്തെ
ഒറ്റ കാര്യം അഭിലാഷ്, ഒറ്റ കാര്യം പറഞ്ഞു അഭിലാഷ്, ഒരു കാര്യം നിങ്ങൾ പറഞ്ഞതിനകത്ത് ഫാക്ച്വൽ എറർ ഉണ്ട്. ഒക്ടോബർ 2023 മാതൃഭൂമിയുടെ തന്നെ വാർത്തയുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാം. നെല്ലിന്റെ താങ്ങുവില കേന്ദ്രം കൂട്ടി, സംസ്ഥാനം കുറച്ചു എന്ന് പറഞ്ഞ് ഒക്ടോബർ 2023 മാതൃഭൂമിയുടെ തന്നെ വാർത്തയുണ്ട്. അതിനകത്ത് പറയുന്നത് നെല്ലിന്റെ അടിസ്ഥാന താങ്ങുവില കേന്ദ്ര സർക്കാർ കിലോഗ്രാം 43 രൂപ കുറച്ചു. വരുന്ന സംഭരണ കാലയളവിലേക്ക് കിലോഗ്രാമിന് അല്ലല്ല, ഞാൻ മാതൃഭൂമിയുടെ വാർത്തയാണ് പറയുന്നത്. കേന്ദ്രം പ്രഖ്യാപിച്ച താങ്ങുവില 21.83 രൂപയാണ്. കഴിഞ്ഞ രണ്ടാം വിലക്കാലത്ത് കേന്ദ്ര താങ്ങുവില 20.40 ആയിരുന്നു. സംസ്ഥാന വിധം 7.80 രൂപയും ചേർത്ത് 78.2 രൂപ 20 പൈസയായിരുന്നു. സംസ്ഥാനത്തെ നെല്ല് സംഭരണം ഇതിനോടൊപ്പം പറയുന്നുണ്ട്. കേന്ദ്രം ഇത്തവണ താങ്ങുവില 1.43 രൂപ കൂട്ടി 21.83 രൂപയാക്കിയപ്പോൾ 29.63 രൂപയെ സംസ്ഥാനത്തെ താങ്ങുവില വർദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ കുറച്ചത് കാരണം അത്രയും കിട്ടുന്നില്ല എന്നാണ്. ഒരു ബേസിക് ഫാക്ട് പറയാം. ഇത്രയേ ഉള്ളൂ. താങ്കൾ പറഞ്ഞ വാർത്തയൊക്കെ ശരിയാണ്. ഇത്രയേ ഉള്ളൂ. അതായത് ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് 1 കിലോ നെല്ലിന്റെ മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ സംഭരണ വില എന്ന് പറയുന്നത് 20 രൂപ 40 പൈസയാണ്. 20 രൂപ 40 പൈസയാണ് കേന്ദ്രം 1 കിലോ നെല്ലിന് സംഭരണ വിലയായി കൊടുക്കുന്നത്. അത് കേരളത്തിൽ 28 രൂപ 20 പൈസയാണ്. 20.40 രൂപയുടെ 20 രൂപ 40 പൈസയുടെ കൂടെ 7 രൂപ 80 പൈസയും കൂടി ചേർത്ത് 1 കിലോയ്ക്ക് 28 രൂപ 20 പൈസയ്ക്കാണ് കേരളം നെല്ല് സംഭരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യം. ശബരിനാഥ് പറഞ്ഞോളൂ. അല്ല, ഇതിനകത്ത് നമ്മൾ നെല്ലിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ന് നിയമസഭയിൽ ഈ വിഷയത്തിലാണ് അടിയന്തര പ്രമേയം ഉണ്ടായിരുന്നത്. കേരളത്തിൻ്റെ താങ്ങുവില അഭിലാഷ് പറഞ്ഞത് കറക്റ്റാണെങ്കിലും സംഭരണത്തിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉദാഹരണത്തിന് തെങ്ങിൻ്റെ വിഷയമാണ്. ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് 50,000 ടൺ നാളികേരം സംഭരിക്കാനുള്ള അനുമതിയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. തമിഴ്നാട് 50,000-നോടൊപ്പം 35,000 ടൺ അഡീഷണലായിട്ട് സംഭരിക്കാനുള്ള അനുമതി വാങ്ങിച്ചു. കേരളത്തിൽ പറഞ്ഞിട്ട് ഇതുവരെ നാളികേരത്തിൻ്റെ 50,000 ടണ്ണിൻ്റെ 10% പോലും നമുക്ക് അത് പ്രൊക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്ന് മാത്രമല്ല, കടാശ്വാസ കമ്മീഷന്റെ 2021 മുതൽ ഒരു പരാതി എടുക്കുന്നില്ല. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ചേർത്ത് പ്രതിപക്ഷം കേരളത്തിലെയും കർഷകരുടെ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. സപ്ലൈക്ക് കൊടുത്ത കാര്യങ്ങളുടെ വിഷയമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു വന്നത്, കർഷകർ എല്ലായിടത്തും ഒരു ഡിസ്ട്രസ്സിലാണ്. പക്ഷെ കേരളത്തിലെ അവസ്ഥ വ്യത്യസ്തമാണ്. മറ്റ് സ്ഥലങ്ങളിൽ മണ്ടികളും APMCയും കർഷകർ കൂടുതലായതുകൊണ്ട് അവിടുത്തെ ആളുകൾ ന്യായമായിട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കാനുള്ള നിയമങ്ങളുമായിട്ടും ഒരു ഫ്രെയിംവർക്കുമായിട്ടും കോൺഗ്രസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാത്തിരിക്കാമെന്ന് മാത്രമാണ്. ഇപ്പൊ കേരളവും അപവാദമല്ല എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ കർഷകർക്ക് ഡിസ്ട്രസ് ഇല്ലാത്ത അവസ്ഥ ഇല്ലല്ലോ. കേരളവും ഇന്ത്യയിലാണല്ലോ. ഷിക്കേറ്റി, പറഞ്ഞോളൂ. എന്നോടാണോ? എന്നോടാണോ? അതെ. അല്ല, ഇന്ത്യയിൽ മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും നെല്ലിന് സംഭരണ വില കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഈ കണക്കുകളുടെ കളിയൊക്കെ അവിടെ നിർത്തിയേക്ക് BJPയുടെ സുഹൃത്തെ. അങ്ങനത്തെ കളിപ്പിച്ച ആളുകളെ ഒന്നും തെറ്റിദ്ധരിപ്പിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. ഇന്ത്യയിൽ താങ്ങുവിലയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനം നെല്ലിൻ്റെ കാര്യത്തിൽ കേരളമാണ്. അത് നാളികേരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കേരളമാണ്. ഇവിടെ വിഷയം എന്താണ്? BJP സർക്കാർ തുടരുന്ന ഈ നവലിബറൽ നയങ്ങൾ നമ്മുടെ സമ്പദ്ഘടനയുടെ, പ്രത്യേകിച്ച് കൃഷിയും വ്യവസായം അടങ്ങുന്ന ഉൽപ്പാദന മേഖലയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. പരകാല പ്രഭാകരൊക്കെ BJP അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള എല്ലാ വർഷങ്ങളിലെയും ബജറ്റും രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതങ്ങളെ സംബന്ധിച്ചും സൂക്ഷ്മ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കേരളം പോലെ ഒരു സമൂഹം അത് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുകയാണ്. ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. 125 രാജ്യങ്ങൾ എടുക്കുമ്പോൾ ഇന്ത്യ പട്ടിണി കിടക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതലാണ്. ഇന്ത്യയിൽ ഇവിടെ അഭിലാഷ് പറഞ്ഞല്ലോ, 53% ആളുകൾ നമ്മുടെ ജനസംഖ്യയിൽ യുവാക്കളാണ്. അതിൽ 24% ആളുകൾക്ക് പണിയില്ല. പണിയുള്ള ആളുകൾ എന്ന് പറയുന്നത് എന്താണ്? അനൗപചാരിക തൊഴിലുകൾ മാത്രമാണ്. അപ്പോൾ കൃത്യമായ വരുമാനമോ വ്യവസ്ഥയില്ലാത്ത തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഈ രാജ്യത്ത് തൊഴിലില്ലായ്മയിലേക്കും ഉൽപ്പാദന തകർച്ചയിലൊക്കെ തകർത്ത ആളുകൾ, അതിന് കാരണമായിരിക്കുന്ന നയങ്ങൾക്കെതിരായിട്ടാണ് അത് അനുഭവിക്കുന്ന ജനത, കർഷക വർഗം ഇന്ന് സമരം ചെയ്യുന്നത്. ആ സമരത്തിന് മുമ്പിൽ ഞാൻ ന്യായം പറഞ്ഞിട്ടൊരു കാര്യം, നമുക്ക് കാത്തിരുന്ന് കാണാം. സർക്കാർ ചർച്ച നടത്തുന്നുണ്ട്. നോക്കാം, ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിശാസന്ധിയായി, ഒരു ടേണിംഗ് പോയിന്റായി മാറുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. വളരെ നന്ദി ശ്രീ കെ ശബരിനാഥൻ, ശ്രീ യുവരാജ് ഗോകുൽ, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ സംസാരിച്ചതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.